ബില്ലുകളിൽ ഒപ്പിടുന്നതിന് സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി ഉത്തരവ് ചോദ്യം ചെയ്ത് രാഷ്ട്രപതി. ഇതുമായി ബന്ധപ്പെട്ട 14 കാര്യങ്ങളിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു വ്യക്തത തേടിയിട്ടുണ്ട്. ഭരണഘടനയുടെ അനുച്ഛേദം 200 പ്രകാരം ഗവർണർമാർക്കും രാഷ്ട്രപതിക്കും ബില്ലിൽ ഒപ്പിടുന്നതിലെ അധികാരം സംബന്ധിച്ചും രാഷ്ട്രപതി ചോദ്യം ഉയർത്തിയിട്ടുണ്ട്. നന്ദഗോപൻ തുടരുന്നുണ്ട്. നന്ദൻ, വിവരങ്ങൾ. നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സമയപരിധി നിശ്ചയിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി വിധിക്കെതിരെയാണ് ഇപ്പോൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു നിർണായക നീക്കം നടത്തിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു നീക്കം രാഷ്ട്രപതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അത് വളരെ വിരളമാണ്. സമയപരിധി നിശ്ചയിച്ച വിധിയുമായി ബന്ധപ്പെട്ട് 14 വിഷയങ്ങളിൽ വ്യക്തത തേടിയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഭരണഘടനയുടെ 200 അതേപോലെ തന്നെ 201 വകുപ്പുകൾ പ്രകാരം നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി ഇല്ലെന്ന് സുപ്രീം കോടതിക്ക് കൈമാറിയ റഫറൻസിൽ രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. രാജ്യത്തിന്റെ അഖണ്ഡത, അതേപോലെ തന്നെ സുരക്ഷ, ഫെഡറലിസം, നിയമങ്ങളുടെ ഏകീകരണം തുടങ്ങിയ ബഹുമുഖ ഘടകങ്ങൾ കണക്കിലെടുത്താണ് രാഷ്ട്രപതിയും ഗവർണർമാരും വിവേചനാധികാരം ഉപയോഗിക്കുന്നതെന്നും രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഭരണഘടനയുടെ 143(1) വകുപ്പ് പ്രകാരമാണ് രാഷ്ട്രപതി സുപ്രീം കോടതിയോട് 14 വിഷയങ്ങളിൽ വ്യക്തത തേടിയിട്ടുള്ളത്. രാഷ്ട്രപതി ബില്ലുകളിൽ അംഗീകാരം നൽകുന്നതുമായി ബന്ധപ്പെട്ട് മുൻപ് സുപ്രീം കോടതി വ്യത്യസ്ത വിധികൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഭരണഘടനയുടെ 143(1) വകുപ്പ് പ്രകാരം താൻ ഇക്കാര്യത്തിൽ വ്യക്തത തേടിയിട്ടുള്ളതെന്നാണ് രാഷ്ട്രപതി സുപ്രീം കോടതിക്ക് കൈമാറിയ റഫറൻസിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ശരി നന്ദഗോപൻ, ബില്ലുകളിൽ ഒപ്പിടുന്നതിന് സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി ഉത്തരവ് ചോദ്യം ചെയ്ത് രാഷ്ട്രപതി ഇതുമായി ബന്ധപ്പെട്ട 14 കാര്യങ്ങളിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു വ്യക്തത തേടിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും എസ് നന്ദഗോപൻ.